ഇന്ന് പറയുന്നത് കഥ അഭിമന്യുവിൻ്റെ കഥയാണ്. ശ്രീകൃഷ്ണൻ്റെ പെങ്ങള് സുഭദ്രയുടെയും അർജുനൻ്റെയും മകനാണ് അഭിമന്യു. അപ്പോൾ ഒരമ്മ ഗർഭിണിയായിരിക്കുമ്പോൾ നല്ല കാര്യങ്ങൾ ചെയ്യാൻ, നല്ലത് കേൾക്കുക ഒക്കെയാണ് ചെയ്യേണ്ടത്. പണ്ടുള്ള ആൾക്കാരൊക്കെ അതുതന്നെയാണ് ഇനി ചെയ്യുക. അപ്പോൾ ഈ സുഭദ്ര എങ്ങനെ വെറുതെ ഉറങ്ങണ്ടെന്ന് വിചാരിച്ച് അർജുനൻ കഥ പറഞ്ഞുകൊണ്ട് ഇരിക്കുകയാണ്. അപ്പോൾ ഈ ചക്രവ്യൂഹം ഉണ്ടാക്കുന്നതിനെ പറ്റിയിട്ടുള്ള ഇത് പറഞ്ഞു കൊടുക്കുകയാണ്. ഇപ്പോൾ ഈ യുദ്ധത്തിന് പോണവർക്കല്ലേ അതൊക്കെ അറിയണ്ടോ. സുഭദ്ര അത് കേട്ട് അങ്ങനെ ഉറങ്ങിപ്പോയി. അപ്പോൾ ഈ കുട്ടി വയറ്റിൻ്റെ ഉള്ളിൽ നിന്ന് ഇതൊക്കെ കേട്ടിട്ടുണ്ട്. ചക്രവ്യൂഹത്തിൻ്റെ ഉള്ളിൽ കിടക്കാനുള്ളത് കേട്ടു. ഇവൾ ഉറങ്ങി, ഇനിയിപ്പോൾ എന്തിനാ കഥ പറഞ്ഞാൽ ചക്രവ്യൂഹത്തിൽ നിന്ന് പുറത്തേക്ക് വരാനുള്ള കഥ കുട്ടി കേട്ടിട്ടില്ല. അങ്ങനെയാണ് ഈ അഭിമന്യു ചക്രവ്യൂഹത്തിൽ പോയി പെട്ടിട്ട് പുറത്തു വരാൻ പറ്റാതെ ഈ ദുഷ്ടന്മാർ 16 ആൾ കൂടിയിട്ടാണ് ഈ ഒരു കുട്ടിയെ വെട്ടിക്കൊല്ലുക. അപ്പോൾ പ്രത്യേകിച്ച് അമ്മമാർ നല്ല കഥകൾ കേൾക്കുമ്പോൾ നമ്മുടെ വയറ്റിൽ കിടക്കുന്ന കുട്ടി അതൊക്കെ കേൾക്കും. പ്രഹ്ലാദൻ നമ്മുടെ വയറ്റിൽ നിന്നാണ് നാരായണ മന്ത്രം പഠിച്ചത്. അപ്പോൾ അതുകൊണ്ടാണ് പണ്ടുള്ളവർ പറയുന്നത് ഗർഭിണികളായിരിക്കുമ്പോൾ നല്ല പുസ്തകങ്ങൾ വായിക്കുക. ഗർഭിണികളായി ഇരിക്കുമ്പോൾ മാത്രമല്ല, എപ്പോഴും അതാണ് വേണ്ടത്. സത്സംഗം ഉണ്ടാവുക, ഈശ്വര വിശ്വാസം ഉണ്ടാവുക, ശുദ്ധത്തോടു കൂടി ഇരിക്കുക, നുണ പറയാതിരിക്കുക. ഇങ്ങനെയൊക്കെയാണ് എന്നും ജീവിക്കേണ്ടത്. പ്രത്യേകിച്ചൊരു ഗർഭിണിയായിരിക്കുമ്പോൾ ഇങ്ങനെ കൃത്യനിഷ്ഠയോടുകൂടി ജീവിച്ചാലേ ഈ കുട്ടിക്ക് ആ സംസ്കാരം ഉണ്ടാവുള്ളൂ. പണ്ടുള്ള അമ്പിളിമാമനെയും കാക്കയും കോഴിയും പ്രകൃതിയിലുള്ള എല്ലാത്തിനെയും കാണിച്ചും പൂവും ഒക്കെ കാണിച്ചു കൊടുത്തിട്ടാണ് പണ്ടുള്ള അമ്മമാർ ചോറ് കൊടുക്കുക. അപ്പോൾ ഈ പണ്ടുള്ള കുട്ടികൾക്ക് എന്താ പ്രകൃതിയായിട്ടുള്ളൊരു ചേർച്ചയുണ്ട്. അവർക്ക് ഇന്ന ചെടി ഇന്നതാണ്, ഇത് തൊട്ടാവാടിയാണ്, തൊട്ടാ വാടും പറഞ്ഞ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കും. ഇപ്പോഴുള്ള കുട്ടികൾക്ക് എത്ര ആൾക്ക് അറിയും അത്? ഇത് തുമ്പപ്പൂവാണ്, ഇത് ശിവന് ഇഷ്ടപ്പെട്ട പൂവാണ്, ഇത് ചെമ്പരത്തിയാണ്, ഇത് അങ്ങനെ ഒരു 10 വയസ്സാകുമ്പോഴേക്കും ഈ കുട്ടികൾക്ക് പൂവുകളെ പറ്റിയിട്ടും പക്ഷികളെ പറ്റിയിട്ടും ഒക്കെ ഏകദേശം അറിവ് കിട്ടും. അപ്പോൾ ഈ പൂ പറിക്കാൻ ഇത് പൂവിടാൻ നന്നാ പറഞ്ഞ് പറിക്കും. ഇപ്പോഴുള്ള കുട്ടികൾക്ക് വല്ലതുണ്ടോ? പ്ലാസ്റ്റിക് ജീവിതം, മൊബൈൽ ജീവിതം, അല്ലാണ്ട് വല്ലതും പറഞ്ഞു കൊടുക്കാൻ അമ്മമാർക്കോ സമയമുണ്ടോ? ഇല്ല. അവർക്ക് ഫോണിൽ വാട്സപ്പിലും ഫേസ്ബുക്ക് നോക്കാനേ സമയമുള്ളൂ. അടുക്കളയിലത്തെ പണി എങ്ങനെയെങ്കിലും ഒന്ന് കഴിച്ചിട്ട് വേണം നോക്കാനോ പറഞ്ഞിട്ടാണ് എല്ലാവരും. അപ്പോൾ അത് നോക്കിക്കോട്ടെ, അതിൽ നല്ലത് പലതും കിട്ടാനുണ്ട്. പക്ഷെ ആ നല്ലത് കിട്ടിയാൽ കുട്ടികൾക്കൊന്ന് പറഞ്ഞു കൊടുക്കുക. അതേമാതിരി നമ്മുടെ പ്രകൃതിയിലുള്ളവരെയും അയൽവക്കക്കാരെയൊക്കെ ഒന്ന് പരിചയപ്പെടുക. ആർക്ക് എപ്പോഴാണ് വേണ്ടി വരിക, ആർക്കും ഉപകാരം വേണ്ടി വരിക. അപ്പോൾ അടുത്തുള്ളവരുമായിട്ട് നല്ല സൗഹാർദ്ദത്തോടെ ജീവിക്കണം, നല്ല കുട്ടികളായി ജീവിക്കണം, അനുസരണ വേണം. ഇതൊക്കെ കുട്ടികളെ പറഞ്ഞ് പഠിപ്പിക്കണം. അപ്പോൾ ഈ അഭിമന്യുവിനിങ്ങനെ അമ്മ ഉറങ്ങിയത് കാരണം അച്ഛൻ കഥ പറയൽ നിർത്തുകയും ചെയ്തു. ഈ കഥ ആ കുട്ടി കേട്ടതുമില്ല. അങ്ങനെയാണ് ഈ അഭിമന്യുവിന് ചക്രവ്യൂഹത്തിൽ നിന്ന് പുറത്തു വരാൻ പറ്റാതെ മരിക്കേണ്ടി വന്നത്. അപ്പോൾ നമ്മൾ എന്തെങ്കിലും കേൾക്കുമ്പോൾ, പ്രത്യേകിച്ച് ഗർഭിണികളായിരിക്കുമ്പോൾ കേൾക്കുമ്പോൾ ഉറങ്ങാതിരിക്കുക, അല്ലെങ്കിൽ ഈ കഥ പറയൽ നിർത്താതിരിക്കുക. കുട്ടിയെങ്കിലും കേൾക്കും. കയാതു ഉറങ്ങിയപ്പോഴും നാരദർ കഥ പറയൽ നിർത്തിയില്ല. അതുകൊണ്ടാണ് പ്രഹ്ലാദൻ നാരായണ മന്ത്രം ശരിക്കും പഠിച്ചത്. ഇത് കഥ നിർത്തിയത് കൊണ്ട് കുട്ടി കേട്ടില്ല. അപ്പോൾ ഗർഭിണികളായിരിക്കുമ്പോൾ വളരെ സൂക്ഷിക്കണം. ഈ വയറ്റിൻ്റെ ഉള്ളിലത്തെ കുട്ടി നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ ഭക്ഷണം അവർക്ക് ബാധിക്കും, നമ്മുടെ സ്വഭാവം അവർക്ക് ബാധിക്കും. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും ശ്രദ്ധയോട് കൂടിയിട്ടും മൂത്തവർ പറഞ്ഞത് കേൾക്കുന്നത്, നല്ല കുട്ടികളായിട്ട് ഗർഭിണികളായിരിക്കണ കുട്ടികൾ അങ്ങനെ ജീവിക്കാൻ പഠിക്കണം. ഹരിയോ.